മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാര് സമരത്തിലാണ്. പക്ഷെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ സമരം പരിഹരിക്കുന്നതിന് ആവശ്യമായ ഒരു ചെറുവിരൽ പോലും സർക്കാർ അനക്കിയിട്ടില്ല. നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. അവരാകൂടെ ചെയ്തത് ഇതൊരു അനാവശ്യ സമരമാണെന്ന് പറഞ്ഞ് സമരക്കാരെ പ്രകോപിപ്പിച്ചു എന്നത് മാത്രമാണ്. ഡോക്ടർമാർ ശസ്ത്രക്രിയ ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുക. OP-യിൽ വന്ന് രോഗികള് വലിയ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അതിനെപ്പറ്റി ചർച്ച ചെയ്യാനോ നോക്കാനോ ആരുമില്ല. എല്ലാവർക്കും വിഷൻ 2031 പോലുള്ള കാര്യങ്ങളിലാണ് താല്പര്യം. അത് മാത്രമല്ല, വീണ ജോർജിന് വേറെയും ഒത്തിരി തിരക്കുകളുണ്ട് കേട്ടോ. അവരിപ്പോ ആറന്മുളയിൽ സീറ്റ് ഉറപ്പാക്കാൻ വേണ്ടി നടക്കുക. ഉറപ്പാക്കിയാൽ പോലെ ജയിക്കണം. സഭാപുത്രിയാണല്ലോ, അതുകൊണ്ട് സഭയുടെ പിന്തുണ വേണം. അത് കഴിഞ്ഞ ദിവസം എന്താ ചെയ്തെന്നറിയാമോ? തുമ്പമൺ ഭദ്രാസനത്തിൽ അവരുടെ മണ്ഡലം ഈ ഭദ്രാസനത്തിന്റെ കീഴിലാണ്. അവിടെ നിന്നുള്ള 30 ഓർത്തഡോക്സ് വൈദികരെ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ കയറ്റി ഒരു പിക്നിക് അങ്ങ് സംഘടിപ്പിച്ചു. കൂട്ടത്തിൽ ഒരു റംബാച്ചനും ഉണ്ടായിരുന്നു, 3 കോർ എപ്പിസ്കോപ്പമാരും ഉണ്ടായിരുന്നു. അവരെ ഇവിടെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നിട്ട് വിഴിഞ്ഞം പോർട്ട് കാണിച്ചു. വിഴിഞ്ഞം തുറമുഖം. ഇവരെന്താ മൈലപ്രായിലുള്ള ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഈ അച്ഛന്മാര്. ഈ തുമ്പമൺ ഭദ്രാസനത്തില് 125 അച്ഛന്മാര് വേറെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെന്താ വിളിക്കാതിരുന്നത്? എന്താണ് ഈ 30 അച്ഛന്മാരുടെ പ്രത്യേകത? അവരെ ഇവിടെ കൊണ്ടുവന്ന് എക്സ്കർഷൻ അല്ലെ പിക്നിക് നടത്തുകയായിരുന്നു മന്ത്രി. അവർക്ക് ആരോഗ്യവകുപ്പിന്റെ കാര്യങ്ങൾ നോക്കാനല്ല സമയം, അച്ഛന്മാരുടെ പിക്നിക് നടത്താനാണ്. എന്നിട്ട് വൈകുന്നേരം ഈ അച്ഛന്മാർക്ക് ഒരു 5 ഹോട്ടലില് അത്താഴം. ദോഷം പറയുമല്ലോ, നമ്മുടെ ശിവൻകുട്ടി മന്ത്രിയും വന്നു ഈ അത്താഴം കഴിക്കാൻ. 2 വർഷം ആറന്മുളയിൽ നിന്ന് ജയിച്ചതല്ലേ, ഇനിയും ജയിക്കാൻ ഈ ഗോഷ്ഠികൾ വേണോ? ഒന്ന് ആലോചിക്കേണ്ടതാണ്. വളരെ മുതിർന്ന ഒരു അംഗമായി മാറിയിട്ടുണ്ട്. ഇപ്പോഴും ഒരു മന്ത്രിയും കൂടാണ്. ഇവിടെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ സമരം ചെയ്യുമ്പോൾ അത് പരിഹരിക്കാനുള്ള വഴികളാണ് വീണ ജോർജ് നോക്കേണ്ടത്. പക്ഷെ ഒരു ധനകാര്യ സർക്കാർ ഇന്നലെ ചെയ്തു കേട്ടോ. അത് ഇന്നലെയാണ്. ആ ദിവസത്തിന്റെ പ്രത്യേകത നമ്മൾ മറക്കാൻ പാടില്ല. അതായത് ഇനി കേരളത്തിലെ ബാറുകളില് 10 മുതൽ രാത്രി 12 വരെ ആളുകൾക്ക് കുടിച്ചു പൂസാകാം. ഇതുവരെ ബാറുകൾ തുറക്കുന്ന സമയം രാവിലെ 11 മുതൽ രാത്രി 11 മണി വരെയായിരുന്നു. ഇപ്പോൾ 2 മണിക്കൂർ അങ്ങ് കൂട്ടി. രാവിലെ 10 മുതൽ രാത്രി 12 വരെ. അതാണ് പറഞ്ഞത്, ജനങ്ങളോട് ബാധ്യതയുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്വ ബോധമുള്ള സർക്കാർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ജനങ്ങൾ രാത്രി 11-ന് ശേഷം മദ്യം കിട്ടാതെ ബുദ്ധിമുട്ടരുത്. അതിനുവേണ്ടി ചെയ്തതാ, അല്ലാതെ മറ്റൊന്നും വിചാരിക്കരുത്. തെരഞ്ഞെടുപ്പ് വരികയാണ്, തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പണം വേണം, അതിനുവേണ്ടി ബാർ ഉടമകളുടെ ഒരു ദീർഘകാല ആവശ്യം നടത്തിക്കൊടുത്തു എന്നും വിചാരിക്കരുത് കേട്ടോ. അത് മാത്രമല്ല, ഈ ബാർ ഉടമകളും പിണറായി സർക്കാരിന്റെ പ്രജകളാണല്ലോ. ഒരു വലിയ കഷ്ടപ്പാടില്ല, ബാർ നടത്തിപ്പ് വലിയ നഷ്ടമായിട്ട് മാറിയിരിക്കുക. അപ്പൊ അവരെയും ഒന്ന് സഹായിക്കണം. അതിനുവേണ്ടിയാണ് ബാറുകളുടെ പ്രവർത്തന സമയം പകൽ 10 മുതൽ രാത്രി 12 മണി വരെ ആക്കിയിരിക്കുന്നത്. 10 വർഷം മുമ്പ് ഈ സർക്കാർ എങ്ങനെയാണ് അധികാരത്തിൽ വന്നത്? സമ്പൂർണ്ണ മദ്യവർജനം നടപ്പാക്കുമെന്ന് ജനങ്ങൾക്ക് വാക്ക് കൊടുത്തുകൊണ്ടാണ്. ഇന്നസെന്റും KPSC ലളിതവയ്ക്ക് അഭിനയിച്ച പരസ്യ ചിത്രങ്ങള് ഇപ്പോഴും കേരളത്തിലെ ജനങ്ങള് മറന്നിട്ടില്ല. ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്. 5 ഹോട്ടലുകൾ അവര് വർഷം 5 ലക്ഷം രൂപ കൂടുതൽ കൊടുത്താൽ മതി. വെളുപ്പാങ്കാലത്ത് 3 മണി വരെ ബാർ തുറന്നു വയ്ക്കാം. ഈ 3 മണി എന്നുള്ളത് ഒന്ന് 5 മണിയാക്കിയാൽ നല്ലതായിരിക്കും. അപ്പൊ തലേന്ന് സന്ധ്യയ്ക്ക് പൂസാകാൻ വന്ന ആളുകൾക്ക് പിറ്റേന്ന് വെളുപ്പിന് സൂര്യപ്രകാശത്തിൽ ഇറങ്ങി നടന്ന് വീട്ടിലേക്ക് പോകാൻ സൗകര്യം കിട്ടും. നമ്മുടെ ഇപ്പോഴത്തെ ഈ സർക്കാരിന്റെ പ്രവർത്തനം കണ്ടാല് പിണറായി ഗവൺമെന്റ് എന്ന് പറയുന്നത് CPM-ന് വേണ്ടി മാത്രമുള്ള ഒരു പ്രസ്ഥാനമാണ്, സംവിധാനമാണ് എന്നാണ് തോന്നിപ്പോവുക. ഇപ്പൊ പറഞ്ഞല്ലോ, സർക്കാരിന്റെ കാലാവധി തീരാൻ തുടങ്ങുക. അതിനു മുമ്പായിട്ട് വിവിധ വകുപ്പുകളില് 100 കണക്കിന് ആളുകളെ പിൻവാതിലിലൂടെ നിയമിക്കാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അവിടെ താൽക്കാലികക്കാരായിട്ട് വർക്ക് ചെയ്യുന്നവരാ. ഇതൊക്കെ PSC വഴി നിയമനം നടക്കേണ്ട മേഖലകളാ. പക്ഷെ അതൊന്നും ചെയ്യാതെ അത്യാവശ്യം എന്ന് പറഞ്ഞ് താൽക്കാലികമായിട്ട് ആളുകളെ നിയമിക്കുക, എന്നിട്ട് സർക്കാർ അവരെ സ്ഥിരപ്പെടുത്തുക. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരൊരു തൊഴിലില്ലാതെ വിഷമിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് CPM-കാരായ ആളുകൾ, CPM-ന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവര്, ആളെ തല്ലാൻ പോയവര്, ആളെ കൊല്ലാൻ പോയവര്, അല്ലെങ്കിൽ ചുവരുകിടാൻ പോയവര്, പാർട്ടി പ്രവർത്തനത്തിനുള്ള ഒരു പ്രതിഫലം എന്ന നിലയിൽ അവരെയൊക്കെ സ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും അവസാനം മത്സ്യഫെഡില് 220 താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുക. അവിടെ പുതുതായി എത്ര തസ്തികകൾ അനുവദിക്കണം എന്നത് സംബന്ധിച്ചൊരു സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുക. അത് പൂർത്തിയായിട്ടില്ല. ആദ്യം ഒരു സ്റ്റഡി നടത്തി, അതിന്റെ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു. ഇവ രണ്ടാമതും നടത്തിക്കൊണ്ടിരിക്കുക. അതിന്റെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് 220 പേരെ മത്സ്യഫെഡിൽ തിരികെ കയറ്റാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മത്സ്യഫെഡ് എന്ന് പറഞ്ഞാല് ആരുടെയെങ്കിലും തറവാട്ട് സ്വത്താണോ? ഏതെങ്കിലും ഒരു പാർട്ടിക്ക് തീരെഴുതി കൊടുത്താണോ? ഈ 220 താൽക്കാലികക്കാരും CPM-കാരാ. അവരുടെ ഹാർഡ് വർക്കേഴ്സാ. അവർക്കൊരു ജീവിത വൃത്തിക്ക് വേണ്ടി, അവര് പാർട്ടിക്ക് വേണ്ടി ഇതുവരെ ചെയ്ത സേവനങ്ങൾക്കുള്ള പ്രതിഫലം എന്ന നിലയിൽ അവരെ അകത്ത് കടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ ഒരു സംഘർഷം ഉണ്ടായത്, പോലീസും SFI-ക്കാരും തമ്മിലൊരു സംഘർഷം ഉണ്ടായി തിരുവനന്തപുരത്ത് ഒരു മാളില്. പക്ഷെ SFI-ക്കാർക്ക് കുഴപ്പമൊന്നുമില്ല. അവർക്കെതിരായിട്ട് ചാർത്തിയിരിക്കുന്നത് സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പുകൂടാ. അതേസമയം ഒരു പോലീസ് ഇൻസ്പെക്ടർക്ക് ജാമ്യം കിട്ടാത്ത വ്യവസ്ഥ വെച്ചിട്ടാണ് അയാൾക്കെതിരായിട്ട് കേസെടുത്തിരിക്കുന്നത്. ഈ പോലീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സർക്കാരിന്റെ മർദ്ദന ഉപകരണമാണ്. എതിരാളികളെ ഈ പോലീസിനെ ഉപയോഗിച്ചാൽ തല്ലിക്കുന്നത്. അങ്ങനെ തല്ലാൻ നിൽക്കുന്നവരാണ് ഈ പോലീസുകാര്. അവർക്ക് പോലും രക്ഷയില്ലെന്നേ. SFI-ക്കാർക്കേ രക്ഷയുള്ളൂ. DYFI-ക്കാർ കേസിൽപ്പെട്ടാൽ അവരെ പാർട്ടിക്കാർ തന്നെ ചെന്നിട്ട് സ്റ്റേഷനിൽ നിന്ന് റിലീസ് ചെയ്തുകൊണ്ട് പോകും. ഓരോ മേഖലകളും നോക്കിക്കൂ. ഇപ്പൊ തന്നെ ആശാ വർക്കേഴ്സ്,
അവർ ഏറ്റവും കുറഞ്ഞ ശമ്പളം കിട്ടുന്ന ഒരു തൊഴിൽ വിഭാഗത്തിൽപ്പെട്ടവരാ. അവരൊരു ചെറിയ വർധനവിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ ഒരു സമരം നടത്തിയപ്പോൾ ആ സമരത്തിന്റെ നേതൃത്വം SUCI എന്ന് പറയുന്ന മറ്റൊരു കമ്മ്യൂണിസ്റ്റ് സംഘടനയ്ക്കായി പോയി. അത് പിണറായി സമ്മതിക്കുമോ? ഞാനിവിടെ ഭരിക്കുമ്പോ CPM ഭരിക്കുമ്പോ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് സംഘടനയുടെ പേരിൽ ഇവര് സംഘടിക്കുക, എന്നിട്ട് സമരം ചെയ്യുക. അവരോട് ഈ സർക്കാർ എന്താ ചെയ്തതെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ പറഞ്ഞില്ലേ, ഇത് CPM കാർക്ക് വേണ്ടിയുള്ള ഒരു സർക്കാരായിട്ട് അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനമായിട്ട് ഇപ്പോഴും മാറിയിരിക്കുക.